Assalamu alaikum. Hi my dear butterflies, how are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today also we can start the class with dua for knowledge. Rabbi yasir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. So നമുക്ക് ഇന്ന് കമ്പാനിയൻ പഠിക്കാം. കമ്പാനിയനാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പഠിക്കുന്നത് അല്ലേ. ലെസൺ 2 ആൻഡ് ലെസൺ 3. Lesson 2 നമ്മൾ ഫിനിഷ് ചെയ്തു. Lesson 3 companion we have already started in the previous class, and today we are going to take the balance portion of lesson 3 in companion. So all of you please take your companion and take page number 26 അല്ലേ. കമ്പാനിയനകത്ത് പേജ് നമ്പർ 26 എടുക്കുക. We know that this companion is filled with assignments. കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ, ഫുൾ അസൈൻമെൻറ്റ്സ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഓരോ ലെസണിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കും കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ കുറേ ആക്ടിവിറ്റീസ് തരും. സ്റ്റുഡിയോയിൽ കുറേ പഠിപ്പിക്കും. അപ്പോൾ അതിൻ്റെ എക്സസൈസ് എല്ലാം കമ്പാനിയനിൽ. ഇതൊക്കെ ആരാ തനിയെ ചെയ്യേണ്ടത്? നിങ്ങളല്ലേ. എൻ്റെ ബട്ടർഫ്ലൈസാണ് ഇതൊക്കെ തനിയെ ചെയ്യേണ്ടത്. മാഷാ അല്ലാ, എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. വളരെ ഈസി അല്ലേ. അത്ര ടഫായിട്ടുള്ളതൊന്നും തരുന്നില്ലല്ലോ. എനിവേ ടുഡേ ലെറ്റ് us see what is the assignment they had given in this page number. Okay, so fill in the blanks given below. Choose the correct verb from the options given in brackets. One has been done for you. അപ്പോൾ നമുക്കറിയാം നമ്മൾ കമ്പാനിയൻ്റെ ലെസൺ 3ൽ വേർബ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വേർബ്സ് അവർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, സെൻറ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കറക്റ്റ് ആൻസർ എടുത്തെഴുതാനായിട്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഐ വിൽ ജസ്റ്റ് ഹെൽപ്പ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒരു എക്സാമ്പിൾ പോലെ തന്നിട്ടുണ്ട്. ഐ ഡാഷ്, അത് ഡ്രിങ്ക്, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതാണ് ഡ്രിങ്ക് ഓർ ഈറ്റ്. പിന്നെയോ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെയോ എവ്രി മോർണിംഗ്, ഐ ഡാഷ് ഡ്രിങ്ക് ഓർ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവ്രി മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഹിയർ ദേ ഹാഡ് ഗിവൺ two verbs, two actions in the brackets. Okay, and from this two action we need to select one. രണ്ട് ആക്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കറക്റ്റ് വേർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡ്രിങ്ക് ഉണ്ട്, ഈറ്റ് ഉണ്ട്. അപ്പോൾ ഡ്രിങ്കും ഈറ്റും അതിലേതാണ് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഐ ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കും എന്നാണോ കുടിക്കും എന്നാണോ? ഈറ്റ് ഓർ ഡ്രിങ്ക്, ബോത്ത് ആർ ആക്ഷൻസ്. ഇത് രണ്ടും ആക്ഷൻസ് ആണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന് പറയുന്ന പേരെന്താണ്? വേർബ്സ്. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ദ വേർബ്? VERB അല്ലേ. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ എല്ലാം വേർബാണ് അല്ലേ. ഇപ്പം മിസ്റ്റർ ആക്ഷൻ ചെയ്യുകയാണ്. എന്ത് ആക്ഷനാണ്? റൈറ്റിംഗ് ആൻഡ് ടീച്ചിങ് അല്ലേ. ഞാൻ എഴുതുന്നു, അതുപോലെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അതും ആക്ഷൻ അല്ലേ. അപ്പോൾ റൈറ്റ്, ടീച്ച്, ഇതെല്ലാം ആക്ഷനാണ്. സോ ദീസ് ആക്ഷൻ വേർഡ്സ് ആർ നോൺ ആസ് വേർബ്സ്. നിങ്ങൾക്ക് എപ്പോഴും അറിയാം, എപ്പോഴും മിസ് ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ ഐ ഡ്രിങ്ക് ഓർ ഈറ്റ്, വിച്ച് വിൽ ബി ദ റൈറ്റ് ആൻസർ? ഡ്രിങ്ക് അല്ലേ. ഇതാണ് റൈറ്റ് ആൻസർ. ഇതാണോ? അല്ല, ഈറ്റ്. ഐ ഈറ്റ്, നിങ്ങൾ കഴിക്കല്ലേ ചെയ്യുക. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. സോ എമംഗ് ദ ടു ആക്ഷൻസ് യു ഹാവ് ടേക്കൺ വൺ. ദാറ്റ് ഇസ് ദ ആൻസർ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വാട്ട് യു നീഡ് ടു ഡു, യു ഹാവ് ടു റൈറ്റ് ദ അതർ ആൻസേഴ്സ് ഓൾസോ. അടുത്തത് എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ഐ ഡാഷ് ഇൻ സ്കൂൾ എവറി ഡേ. അത് നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐ ഡാഷ്. ഐ ഡാഷ്, അതിൽ സ്റ്റഡി ഉണ്ട്, സ്ലീപ്പ് ഉണ്ട് അല്ലേ. സ്റ്റഡി ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്. പിന്നെയോ ഇൻ സ്കൂൾ എവ്രി ഡേ. ഓക്കെ, അപ്പോൾ ഐ ഡാഷ് ഇൻ സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ എന്ത് ചെയ്യും? എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്. ടു ഓപ്ഷൻസ് ആർ ഗിവൺ ആൻഡ് ബോത്ത് ആർ ആക്ഷൻസ് ആൻഡ് ബോത്ത് ആർ വേർബ്സ്. രണ്ട് വേർഡ്സ് തന്നിട്ടുണ്ട്, രണ്ടും ആക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും എന്താണ്? വേർബ്സ് ആണ്. ബോത്ത് ആർ ആക്ഷൻസ്, സോ ബോത്ത് ആർ വേർബ്സ്. സോ വിച്ച് വേർബ് വിൽ കം ഹിയർ? ഏതാണ് കറക്റ്റ് വേർബ് ഇവിടെ വരുന്നത്? വിച്ച് വേർബ് വിൽ ബി ഹിയർ? ഏത് വേർബായിരിക്കും ഇവിടെ? സ്റ്റഡി ഓർ സ്ലീപ്പ്. എന്നും സ്കൂളിൽ പോയിട്ട്, എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് എന്തെന്നാ, ഉറങ്ങുകയാണോ പഠിക്കുകയാണോ? ഓഫ് കോഴ്സ് സ്റ്റഡി അല്ലേ. സോ വാട്ട് യു ഹാവ് ടു റൈറ്റ് ഹിയർ? ഐ സ്റ്റഡി.
Did you understand? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസും ചെയ്യുക. I'll read the questions for you and I won't do anything. You have to do by yourselves. Okay? My mother dash is are very tall. Okay? എൻ്റെ ഉമ്മി my mother is ആണോ are ആണോ? Auxiliary verb പഠിപ്പിച്ചു. Is means what? Only one. And if more than one comes, what we use? Are. അല്ലേ? ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ are യൂസ് ചെയ്യും. ഓക്സിലറി വേർബിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇസ് യൂസ് ചെയ്യും. ആൻഡ് ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ ദെൻ വി നീഡ് ടു യൂസ് ആർ. അപ്പോൾ ഇവിടെ മൈ മദർ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ? ഓൺലി വൺ. ഓക്കെ, മൈ മദർ ഓൺലി വൺ പേഴ്സൺ, ഒരു പേഴ്സണെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ദെൻ വിച്ച് വേർബ് യു ഹാവ് ടു യൂസ്? ഡിസൈഡ് ഇറ്റ്. ദെൻ മൈ ഫാദർ റൺസ് ഓർ ഡ്രൈവ്സ് എ കാർ. കാർ എന്താണ് ചെയ്യുന്നത്? അത് റൺ ചെയ്യാണോ ഡ്രൈവ് ചെയ്യാണോ കാർ? ദാറ്റ് യു ഹാവ് ടു ഡിസൈഡ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, my friends is or are at the park. My friends, my friend or friends? Friend എന്നാണോ friends എന്നാണോ പറഞ്ഞത്? And what do you mean by friends? Or what is the difference between friend and friends? Friend എന്ന് പറഞ്ഞാൽ എന്താണ്? One. Friends means more than one. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ വരുമ്പോൾ which verb you have to use? Is or are? Decide. Finally, fifth question, Sheila dash is or are a thin girl. അപ്പോൾ Sheila, one girl. What do you have to write? Is or are. Think about it. Next comes page number 27. For each action word given below, identify the correct picture, circle it, write a sentence for the picture using the verb. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പിക്ചേഴ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അവിടെയോ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പിക്ചർ. അവിടെ കറക്റ്റ് പിക്ചർ ഏതാണോ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ടോ സർക്കുലേറ്റ്, റൈറ്റ് എ സെൻറ്റൻസ് ഫോർ ദ പിക്ചർ യൂസിങ് ദ വേർബ്. ഇവിടെ നോക്കേ, ഫസ്റ്റ് പിക്ചറിനകത്ത് രണ്ട് കുട്ടികൾ ഉണ്ട്. അതിൽ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഓടുകയാണ്. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? മൈക്കൊക്കെ വെച്ചിട്ട് എന്തോ പാടുകയാണ് അല്ലേ? അവിടെ ഇരുന്ന് മൈക്ക് വെച്ചിട്ട് പാടുകയാണ്. അപ്പോഴോ നോക്കിക്കേ, ഒരു കുട്ടി ഓടിയപ്പോൾ ഓടുന്നല്ലേ പറയണ്ട? ദാറ്റ് ഈസ് ആൻ ആക്ഷൻ. ആൻഡ് വൺ ബോയ് ഈസ് സിറ്റിംഗ് ആൻഡ് സിംഗിങ് അല്ലേ? ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് പാടുന്നുണ്ട്. പക്ഷെ അവിടെ തന്നിരിക്കുന്ന വേർബ് എന്താണ്? റൺ. റൺ ബേബി റൺ അല്ലേ? ഒരു വേർഡ് തന്നിട്ടുണ്ട്. ഒരു വേർബ് ഹാസ് ഗിവൻ ദെയർ, വൺ വേർബ് ഹാസ് ഗിവൻ ദെയർ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് വേർബ്? റൺ. അപ്പോൾ റൺ എന്നുള്ള ആക്ഷൻ ചെയ്യുന്നത് ഏത് കുട്ടിയാണ് അവിടെ? ആ കുട്ടീനെ സർക്കിൾ ചെയ്യുക. ആ കുട്ടീനെ സർക്കിൾ ചെയ്യുക. ദെൻ there are two blanks found in that picture. രണ്ട് ബ്ലാങ്ക്സ് ഉണ്ട്, രണ്ട് ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസിൽ നിങ്ങൾ ആ വേർബ് ഉപയോഗിച്ചിട്ട് അല്ലേ റൈറ്റ് എ സെൻറ്റൻസ് ഫോർ ദ പിക്ചർ യൂസിങ് ദ വേർബ്. ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുക. ഓക്കെ, വൺ ബോയ് ഈസ് റണ്ണിങ് എന്നോ അല്ലെങ്കിൽ പിന്നെ മറ്റേ ആൾ അവിടെ ഇരിക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വേർബ് ഉപയോഗിച്ച് യു ഹാവ് ടു മേക്ക് സെൻറ്റൻസ്. നെക്സ്റ്റ് പിക്ചറും നമുക്ക് eat എന്നുള്ള വേർബാണ്. It has given there and in the picture we can see one girl is eating and one girl is studying or reading or writing. Okay, one girl is writing something and the another girl is eating something, isn't it? There also you can find the action of the verb given in the picture. വേർബ് തന്നിരിക്കുന്ന ആ പിക്ചറിൽ തന്നിരിക്കുന്ന വേർബിൻ്റെ ആക്ഷൻ ഏതാണോ യു ഹാവ് ടു സർക്കിൾ. ദെൻ യു ഹാവ് ടു മേക്ക് എ സെൻറ്റൻസ്. എന്നിട്ട് നിങ്ങളൊരു സെൻറ്റൻസും അവിടെ എഴുതി വെക്കണം. നെക്സ്റ്റ് മൂന്നാമത്തെ പിക്ചറിൽ എന്താണ്? ജമ്പ്. ഒരു കുട്ടി ജമ്പ് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി വാക്ക് ചെയ്യാണ്. ഓക്കെ, സോ ജമ്പ് ചെയ്യുന്ന ഏതാണ് കുട്ടി? സർക്കുലേറ്റ്. ദെൻ യു ഹാവ് ടു മേക്ക് എ സെൻറ്റൻസ് ബൈ യൂസിങ് എ വേർബ്. വേർബ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ പിക്ചറിന് വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ബ്രഷ്. ബ്രഷിങ് ഇസ് ദെയർ, സ്ലീപ്പിംഗ് ഇസ് ദെയർ. വൺ ബോയ് ഈസ് സ്ലീപ്പിംഗ് ആൻഡ് ദ അതർ വൺ ഈസ് ബ്രഷിംഗ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് യു ഹാവ് ടു ഡു ദ സെയിം. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. നൗ ടേൺ ദ പേജ് 28. Draw lines to match the people given below with the actions they do. There you can see some pictures. Okay, mother, cobbler, security guard, tailor. 4 പേരെ തന്നിട്ടുണ്ട്. ഓക്കെ, 4 persons. 4 പേരുടെ പിക്ചേഴ്സ് അവിടെ ഉണ്ട്. ഈ 4 പേര് ആരൊക്കെയാണ്? മദർ, സെക്യൂരിറ്റി ഗാർഡ്, കോബ്ലർ, ടൈലർ. ഓക്കെ, മിസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വായിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടൈലർ. ഹൂ ഇസ് എ ടൈലർ? ദ മാൻ ഹൂ സ്റ്റിച്ചസ് ക്ലോത്ത്സ് അല്ലേ? ക്ലോത്ത്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾ, തയ്യൽക്കാരൻ നമ്മൾ ടൈലർ എന്ന് പറയും. കോബ്ലറോ? ചെരുപ്പ് കുത്തി ചെരുപ്പൊക്കെ നന്നാക്കുന്ന ആൾ. മദർ ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെയോ സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഇല്ലേ? സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റിയുടെ ജോലി എന്തൊക്കെയാ? യു നോ ദ വർക്ക് ഡൺ ബൈ ഓൾ ദീസ് പീപ്പിൾ. ഈ 4 പേരും ചെയ്യുന്ന വർക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ 4 പേരുടെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേ വർക്കുകൾ, അതായത് കുറേ ആക്ഷൻ വേർഡ്സിന് എന്താ പറയുന്ന?
വേർബ്സ്. ആക്ഷൻ വേർഡ്സിന് എന്താ പറയുന്നത്? വേർബ്സ്. അപ്പോൾ കുറേ വേർബ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഓരോരുത്തർക്കും മാച്ച് ചെയ്യുന്നത് വേർബിലേക്ക് ഇവരുടെ പിക്ചറിൽ നിന്ന് അങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഡ്രോ ലൈൻസ് ആൻഡ് യൂസ് കളർ പെൻസിൽസ്. ഓക്കെ, സോ സ്റ്റിച്ചസ്. അവിടെ സ്റ്റിച്ചസ് എന്ന വാക്ക് കാണാം. സ്റ്റിച്ചസ് എന്ന വാക്ക് കാണുമ്പോഴത്തേന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇല്ലേ, ഇവിടെ ഒരു ടൈലർ ഉണ്ട്. ഇവിടെ ഒരു ടൈലർ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വാക്കുണ്ട്, എന്തെന്ന്? സ്റ്റിച്ചസ്. ഓക്കെ, സ്റ്റിച്ചസ് എന്ന വാക്കുണ്ട്. അപ്പോൾ സോ യു ഹാവ് ടു മാച്ച് ലൈക്ക് ദിസ്. അതുപോലെയോ ഇവിടെ ഗാർഡ്സ് എന്നും പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, GUARDS. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ട്. അപ്പോൾ യു ഹാവ് ടു മാച്ച് ലൈക്ക് ദിസ്. ആൻഡ് ഹിയർ യു ക്യാൻ ഫൈൻഡ് മദർ. ഇവിടെ മദറിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? മദറിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മദർ എന്നുള്ളത് എന്തെന്നാണ്? ഇവിടെ എന്തൊക്കെ പണികൾ ചെയ്യും? മദർ സ്വീപ്പ് ചെയ്യും, എല്ലാം ചെയ്യും, വാഷ് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ ഇവിടെ സ്വീപ്സ് ഉണ്ട്. സ്വീപ്സ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നത്, തൂക്കുന്നതിന് കേട്ടോ. അപ്പോൾ വേണ്ടേ? ഓക്കെ, so just like this you have to do this assignment, and this assignment is also very easy to do and it's very interesting. ഇനി അടുത്തത് എന്താണ്? project time. In the table below list as many verbs as you can that begin with each given letter. Examples are given for you. This is an interesting assignment. Okay, I don't want to call this as an assignment. I would like to call this as a game actually. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമായി. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഈ ഗെയിം കളിക്കണം. എന്തെന്നാ, അവിടെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്തെന്നാണ്? ഇവിടെ S ഉണ്ട്, പിന്നെയോ T ഉണ്ട്, then C is there, then P is there. So first S, sleep, T, talk, climb, play. How this will become an interesting game? Let me tell you. S വെച്ചിട്ട് മാക്സിമം വേർബ്സ് നിങ്ങൾ ഇവിടെ എഴുതണം. അതായത് S വെച്ചിട്ട് വേർബ്സ് മീൻസ് വാട്ട്? ആക്ഷൻ വേർഡ്സ്. S വെച്ച് എന്തൊക്കെ ആക്ഷൻ നമ്മൾ ചെയ്യും അതെല്ലാം നമുക്ക് എഴുതുന്നത്. സ്ലീപ്പ് അല്ലേ? പിന്നെന്ത് ചെയ്യും? S വെച്ചിട്ട് സ്വിം അല്ലേ? S വെച്ചിട്ട് നീന്തില്ലേ? സ്വിം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്വിം എന്ന് എഴുതാം. എന്നിട്ട് അടുത്തത് S വെച്ചിട്ട് ഏത് ആക്ഷൻ വേർഡ് വരുമെന്ന് ആലോചിക്കുക. റൈറ്റ് ഹിയർ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് മാക്സിമം വേർഡ്സ് യു ക്യാൻ മേക്ക്. S വെച്ചിട്ട് എത്രയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നോ അത്രയും വേർഡ്സ് എല്ലാം ആക്ഷൻ വേർഡ്സ് ആയിരിക്കണം. ചുമ്മാ ഏതെങ്കിലും പേര് ഷീല എന്നൊന്നും എഴുതി വെക്കരുത്. ഷീല ഇസ് എ നെയിം, ഇസ് എ നൗൺ. അത് നൗണാണ്. നമുക്ക് ആക്ഷൻ വേർഡാണ് വേണ്ടുന്നത്, ഓരോ ആക്ഷനെ കുറിച്ചിട്ട് അല്ലേ? അപ്പോൾ സ്വിം എന്നുള്ളത് S വെച്ച് നമുക്ക് സ്വിം എന്നുള്ള വാക്ക് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ യു ക്യാൻ റൈറ്റ് swim here. So you can write as many verb which start with S here. S വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വേർബ്സ് നിങ്ങൾക്ക് അറിയാവുന്ന അത്രയും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് T, the verb that begins with T. T വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർബ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ടോക്ക്, പിന്നെന്താ ടീച്ച്, അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് C, ക്ലൈംബ്, ക്രൈ അല്ലേ? അപ്പോൾ C വെച്ചിട്ട് മാക്സിമം എഴുതാം. ആൻഡ് ഹിയർ പ്ലേ, പ്രേ ഇല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതാം. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡു യു ലൈക്ക് ദിസ് ഗെയിം? നല്ല രസമില്ലേ? ഇത് നിങ്ങൾക്ക് whenever you get time, whenever you have leisure time also, you can play the same game with your friends. ഫ്രണ്ട്സുമായിട്ട് കളിക്കാം, അല്ലെങ്കിൽ പേരൻസ്. ഇപ്പോൾ ഉമ്മിയൊക്കെ ഇത് കണ്ടിട്ട് ഉമ്മിക്കൊക്കെ മനസ്സിലായി. സോ യു ക്യാൻ പ്ലേ വിത്ത് യുവർ മോം ഓൾസോ. പിന്നെയോ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്തെന്നാ? പേജ് നമ്പർ 29. Choose 3 verbs from those you have listed. Frame sentences of your own using each verb. പിന്നെ പറയാ, ശരി ഇവിടെ നിങ്ങൾ കുറേ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വേർഡ്സ് ഇവിടുന്ന് ഏതെങ്കിലും എടുത്തൊരു 3 വേർഡ്സ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ. അവിടെ താഴെ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ലൈനിൽ എഴുതുക. എന്നിട്ടോ യു നീഡ് ടു മേക്ക് സെൻറ്റൻസ്. എന്നിട്ട് ആ വേർഡ് വെച്ചിട്ട്, ആ വേർഡ് വെച്ചിട്ട് നിങ്ങൾ ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. Alhamdulillah, we have finished lesson 3 companion also in this video. I hope you understood all the things what I have explained here, and I hope that you will do this assignment clearly and very well, inshallah. We can have lesson 4 companion in the next video, in the next class. Till then, you take care. Assalamu alaikum.